പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. കഥകളി എന്ന് പറയുന്ന ടോപ്പിക്കിലെ പ്രധാനപ്പെട്ട തിരഞ്ഞെടുത്ത കുറച്ച് ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഏത് കലാരൂപത്തിൽ നിന്നാണ് കഥകളി ഉണ്ടായത്? ഏത് കലാരൂപത്തിൽ നിന്നാണ് കഥകളി ഉണ്ടായത്? രാമനാട്ടം. രാമനാട്ടത്തിൽ നിന്നാണ് കഥകളി ഉണ്ടായത്. ഏത് കലാരൂപത്തിൽ നിന്നാണ് കഥകളി ഉണ്ടായത്? രാമനാട്ടം. ഈ രാമനാട്ടത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? രാമനാട്ടത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? കൊട്ടാരക്കര തമ്പുരാൻ. കൊട്ടാരക്കര തമ്പുരാൻ. രാമനാട്ടത്തിന്റെ ഉപജ്ഞാതാവ് കൊട്ടാരക്കര തമ്പുരാൻ. നളചരിതം ആട്ടക്കഥ എഴുതിയത് ആരാണ്? നളചരിതം ആട്ടക്കഥ എഴുതിയത് ആരാണ്? ഉണ്ണായി വാര്യർ. ഉണ്ണായി വാര്യർ. നളചരിതം ആട്ടക്കഥ എഴുതിയത് ഉണ്ണായി വാര്യർ. ഉത്തര സ്വയംവരം ആട്ടക്കഥ എഴുതിയത് ആര്? ഉത്തര സ്വയംവരം ആട്ടക്കഥ എഴുതിയത് ആര്? ഇരയിമ്മൻ തമ്പി. ഇരയിമ്മൻ തമ്പി. നളചരിതം ആട്ടക്കഥ ഉണ്ണായി വാര്യർ. ഉത്തര സ്വയംവരം ആട്ടക്കഥ ഇരയിമ്മൻ തമ്പി. കഥകളി മുദ്രകൾക്ക് അടിസ്ഥാനമായ ഗ്രന്ഥം. കഥകളി മുദ്രകൾക്ക് അടിസ്ഥാനമായ ഗ്രന്ഥം ഹസ്തലക്ഷണ ദീപിക. ഹസ്തലക്ഷണ ദീപിക. കഥകളി മുദ്രകൾക്ക് അടിസ്ഥാനമായ ഗ്രന്ഥം ഹസ്തലക്ഷണ ദീപിക. കഥകളിയിലെ മുദ്രകളുടെ എണ്ണം. കഥകളിയിലെ മുദ്രകളുടെ എണ്ണം 24. 24. കഥകളിയിലെ മുദ്രകളുടെ എണ്ണം 24. ഏത് കലാരൂപത്തിന്റെ പരിപോഷണവുമായിട്ടാണ് മുഖ്യമായും ബന്ധപ്പെട്ടിരിക്കുന്നത്? കേരള കലാമണ്ഡലം ഏത് കലാരൂപത്തിന്റെ പരിപോഷണവുമായിട്ടാണ് മുഖ്യമായും ബന്ധപ്പെട്ടിരിക്കുന്നത്? കഥകളി. കേരള കലാമണ്ഡലം കഥകളിയുടെ പരിപോഷണവുമായിട്ടാണ് മുഖ്യമായും ബന്ധപ്പെട്ടിരിക്കുന്നത്. കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിന്റെ പേരെന്ത്? കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിന്റെ പേര് ചെറുതുരുത്തി. ചെറുതുരുത്തി. കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിന്റെ പേരാണ് ചെറുതുരുത്തി. നോക്കാം. ഏത് കലാരൂപത്തിൽ നിന്നാണ് കഥകളി ഉണ്ടായത്? രാമനാട്ടം. രാമനാട്ടത്തിന്റെ ഉപജ്ഞാതാവ് കൊട്ടാരക്കര തമ്പുരാൻ. ചരിതം ആട്ടക്കഥ എഴുതിയത് ഉണ്ണായി വാര്യർ. ഉത്തര സ്വയംവരം ആട്ടക്കഥ എഴുതിയത് ഇരയിമ്മൻ തമ്പി. കഥകളി മുദ്രകൾക്ക് അടിസ്ഥാനമായ ഗ്രന്ഥം ഹസ്തലക്ഷണ ദീപിക. കഥകളിയിലെ മുദ്രകളുടെ എണ്ണം 24. കേരള കലാമണ്ഡലം ഏത് കലാരൂപത്തിന്റെ പരിപോഷണവുമായിട്ടാണ് മുഖ്യമായും ബന്ധപ്പെട്ടിരിക്കുന്നത്? കഥകളി. കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിന്റെ പേര് ചെറുതുരുത്തി. ചെറുതുരുത്തി. കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്ന ജില്ല. കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്ന ജില്ല തൃശ്ശൂർ ജില്ല. കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് തൃശ്ശൂർ ജില്ല. കേരള കലാമണ്ഡലം സ്ഥാപിതമായ വർഷം. കേരള കലാമണ്ഡലം സ്ഥാപിതമായ വർഷം 1930. 1930. കേരള കലാമണ്ഡലം സ്ഥാപിതമായ വർഷം 1930. കഥകളിയുടെ സാഹിത്യരൂപം ഏതു പേരിൽ അറിയപ്പെടുന്നു? കഥകളിയുടെ സാഹിത്യരൂപം ഏതു പേരിൽ അറിയപ്പെടുന്നു? ആട്ടക്കഥ. ആട്ടക്കഥ. കഥകളിയുടെ സാഹിത്യരൂപം ആട്ടക്കഥ എന്ന് അറിയപ്പെടുന്നു. കഥകളിയിൽ സൽഗുണമുള്ള കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന വേഷത്തിന്റെ പേരെന്ത്? കഥകളിയിൽ സൽഗുണമുള്ള കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന വേഷത്തിന്റെ പേര് പച്ച. പച്ച. കഥകളിയിൽ സൽഗുണമുള്ള കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന വേഷത്തിന്റെ പേരാണ് പച്ച. പച്ച നമുക്ക് പ്രകൃതിയുമായിട്ട് കണക്ട് ചെയ്ത് ഓർത്തിരിക്കാം. പ്രകൃതി പച്ചയാണ്. പ്രകൃതിക്ക് സൽഗുണമാണ് അല്ലേ? അതുകൊണ്ട് അങ്ങനെ ഓർത്തിരിക്കാം. കഥകളിയിൽ സൽഗുണമുള്ള കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന വേഷത്തിന്റെ പേരാണ് പച്ച. കരിവേഷം. കരിവേഷം ഏത് ഗുണത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്? കരിവേഷം ഏത് ഗുണത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്? തമോ ഗുണം. തമോ ഗുണം. തമസ് ഇരുട്ട്. ഇരുട്ട് കരി. അങ്ങനെ ഓർത്തിരിക്കാം. കരിവേഷം ഏത് ഗുണത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്? തമോ ഗുണം. തമസ് ഇരുട്ട്. ഇരുട്ട് കരി കറുത്തിട്ടാണ് എന്ന് ഓർത്തിരിക്കാം. മഹർഷിമാർക്ക് ഏതുതരം വേഷമാണ് ഉപയോഗിക്കുന്നത്? മഹർഷിമാർക്ക് ഏതുതരം വേഷമാണ് ഉപയോഗിക്കുന്നത്? മിനുക്ക് വേഷം. മിനുക്ക് വേഷം. മഹർഷിമാർക്ക് മിനുക്ക് വേഷം. മഹർഷി മിനുക്ക് എന്നുള്ളതിൽ ഇത് നമുക്ക് വെറുതെ മുനി എന്ന് ഓർക്കാലോ. മുനിക്ക് വേഷം എന്ന് ഓർത്തിരിക്കാം. മുനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹർഷിയാണ്. അപ്പോൾ മഹർഷിമാർക്ക് ഏതുതരം വേഷമാണ്? മിനുക്ക് വേഷം. ഒന്നുകൂടി. കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്ന ജില്ല തൃശ്ശൂർ ജില്ല. കേരള കലാമണ്ഡലം സ്ഥാപിതമായ വർഷം 1930. കഥകളിയുടെ സാഹിത്യരൂപം അറിയപ്പെടുന്നു ആട്ടക്കഥ. കഥകളിയിൽ സൽഗുണമുള്ള കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന വേഷത്തിന്റെ പേര് പച്ച. പച്ച. പ്രകൃതി സൽഗുണം. കരിവേഷം ഏതു ഗുണത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്? തമോ ഗുണം. തമസ് ഇരുട്ട് കരിവേഷം. മഹർഷിമാർക്ക് ഏതുതരം വേഷമാണ് ഉപയോഗിക്കുന്നത്? മിനുക്കു വേഷം. മിനുക്ക് മുനിക്ക് വേഷം. മഹർഷി മുനി. ഹനുമാന് ഏതുതരം വേഷമാണ് ഉപയോഗിക്കുന്നത്?
വെള്ളത്താടി. ഹനുമാന് ഏതുതരം വേഷമാണ് ഉപയോഗിക്കുന്നത്? വെള്ളത്താടി. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ക്ലാസ്സുകൾ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.